ശ്രീചിത്ര ആശുപത്രിയിലെ ചികിത്സാ പ്രതിസന്ധി തുടരുകയാണ്. ഡോക്ടർമാർ കത്ത് നൽകിയിട്ടും അധികൃതർ ഇപ്പോഴും മൗനം തുടരുകയാണ്. ഉപകരണങ്ങൾ വാങ്ങുന്ന നടപടികൾ തുടരുന്നതിനാൽ ന്യൂറോ ഇന്റർവെൻഷണൽ സർജറികൾ മാത്രം മാറ്റിവെക്കുമെന്നായിരുന്നു ശ്രീചിത്ര ഇന്നലെ നൽകിയ വിശദീകരണം. എന്നാൽ ഇപ്പോൾ ഉപകരണങ്ങൾ എത്തും, കരാറിൽ ഏർപ്പെട്ടോ തുടങ്ങിയവയിൽ ഒന്നിലും വ്യക്തത വന്നിട്ടില്ല. ഗോപാൽ ശിലാസനൽ ഉണ്ട് നമുക്കൊപ്പം. ഗോപാൽ ശിലാസനൽ, ശ്രീചിത്രയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർജറികളടക്കം മുടങ്ങുന്നത്, ചികിത്സയ്ക്കടക്കം വേണ്ടുന്ന മിനിമം സാധനങ്ങളില്ലാത്തതൊക്കെ വലിയ ആശങ്കയെ മാറുകയാണ്. പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ലേ? ഡോക്ടർ അരുൺ, ഉപകരണങ്ങൾ കിട്ടാതെ വന്നതോടെ തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയ നടക്കില്ല എന്നായിരുന്നു ഡയറക്ടർക്ക് ഡോക്ടർമാർ കത്ത് നൽകിയത്. എന്നാൽ കത്തിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ ശ്രീചിത്ര അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉപകരണങ്ങൾ വാങ്ങുന്ന നടപടികൾ തുടരുന്നതിനാൽ ന്യൂറോ ഇന്റർവെൻഷണൽ സർജറികൾ മാത്രം മാറ്റിവെക്കുമെന്ന് ശ്രീചിത്ര ഇന്നലെ വിശദീകരണം നൽകിയിരുന്നു. പക്ഷേ അപ്പോഴും എപ്പോൾ ഉപകരണങ്ങൾ എത്തും, കരാറിൽ ഏർപ്പെട്ടോ തുടങ്ങിയവയിൽ ഒന്നിലും വ്യക്തത വന്നിട്ടില്ല. ശസ്ത്രക്രിയ എപ്പോൾ നടത്താൻ കഴിയും എന്നതിലും ഉത്തരമായിട്ടില്ല. നിരവധി രോഗികൾക്കാണ് ശസ്ത്രക്രിയ തീയതി മാറ്റേണ്ടി വന്നതെന്നാണ് ആശങ്കപ്പെടുന്നത്. രോഗികൾ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോഴും ശ്രീചിത്ര മാനേജ്മെന്റ് വിഷയത്തിൽ ഇടപെടാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണം ഉയരുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം പരിഹരിക്കണമെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ട എ റഹീം എം പി കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രിക്കാണ് കത്ത് നൽകിയത്. ഇതിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം. കഴിഞ്ഞ ദിവസമായിരുന്നു ഡോക്ടർമാർ ചികിത്സ നടത്താൻ കഴിയില്ല എന്നറിയിച്ചുകൊണ്ട് ഡയറക്ടർക്ക് കത്ത് നൽകിയത്. ശ്രീചിത്ര കരാർ പുതുക്കാത്തതിന് പിന്നിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളും മരുന്നുകളും വിതരണം ചെയ്യുന്നത് നിർത്തിയതാണ് പ്രതിസന്ധിയിലാക്കിയത്. ഇതുവരെ ഡയറക്ടറോ സൂപ്രണ്ടോ നേരിട്ടൊരു വിശദീകരണം നൽകാൻ തയ്യാറാവാത്തത് എന്തെന്ന ചോദ്യവും ശക്തമായി ഉയരുന്നു. സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് യുവജന സംഘടനകളുടെ തീരുമാനം. താങ്ക് യു. ഷീല ഗോപാൽ സനൽ ആണ് നമുക്കൊപ്പം ചേർന്നത്.